വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. ഈ സംഭവം അറിയാത്തവരൊക്കെ വളരെ ചുരുക്കമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നടന്ന അനേകം അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ്. വളരെ കൃത്യമായിട്ട് ബൈബിൾ ആ ഭാഗത്തെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ അത്ഭുതങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ പറയുന്നത് കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും രേഖപ്പെടുത്തിയാൽ അതിന് ഈ പുസ്തകം മതിയാവില്ല. എന്നാൽ യേശു കർത്താവ് താൻ ദൈവമാണെന്നും മശിഹയാണെന്നും തെളിയിക്കപ്പെടാനുള്ളതെല്ലാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ 5-ാം അധ്യായത്തിൽ കർത്താവ് ഒരു പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുകയാണ്. നമ്മൾ അതിലൂടെ ചില ആശയങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. ഓക്കെ, സ്തോത്രം. എന്നെ നോക്കിക്കോ. ഈ ഭാഗം നമുക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് പാസ്റ്റർ വേണി മൈക്ക് താഴെ വയ്ക്കുക, ഇതിനെപ്പറ്റി ഞങ്ങൾ 1 മണിക്കൂർ പ്രസംഗിക്കാമെന്നാണ്. ഇതൊക്കെ നമുക്ക് വളരെ പരിചിതരാണ്. നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെപ്പോലെ നമുക്ക് പരിചിതനാണ് ഇദ്ദേഹം. 38 വർഷം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു മനസ്സിലായി ആളെ മനസ്സിലായി അല്ലേ. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും എന്നെ ഒന്ന് ശ്രദ്ധിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്ന് ഉത്തമമായ ബോധ്യമുണ്ട്. 38 വർഷം യേശു കർത്താവ് ജനിക്കുന്നതിനു മുന്നമേ ഈ മനുഷ്യൻ കുളക്കരയിലുണ്ട്. യേശു കർത്താവ് എത്ര വർഷം ജീവിച്ചിരുന്നു? അതൊന്നും തെറ്റിക്കരുത് കേട്ടോ. 33. ഈ മനുഷ്യൻ ഈ കുളക്കരയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. അപ്പോൾ കർത്താവ് ജനിക്കും മുമ്പ് ഇദ്ദേഹം ഈ കുളക്കരയിലുണ്ട്. ആട്ടുവാതിക്കൽ ഇദ്ദേഹം കിടക്കുകയാണ്. യെരൂശലേമിലേക്ക് യാഗത്തിന് ആടുകളെ കടത്തിക്കൊണ്ടു പോകുന്ന വാതിലാണ് ആട്ടുവാതിൽ എന്ന് പറയുന്നത്. ആ വാതിക്കൽ ഇദ്ദേഹമുണ്ട്. ബേത്സാത്ത എന്നാണ് ആ വാക്ക്. ആട്ടുവാതിൽ എന്നതിൻ്റെ വാക്കതാണ്. അതിനടുത്തൊരു കുളമുണ്ട്. ആ കുളം അറിയപ്പെടുന്നത് ബെത്സെയ്ദ എന്നാണ്. ഈ ബേത്സാത്ത എന്ന വാക്കിൻ്റെ അതിനോട് ചേർന്ന് വരുന്നൊരു വാക്കായിരിക്കും ബേത്സെയ്ദ. ആ വാക്കിൻ്റെ അർത്ഥം കരുണയുടെ സ്ഥലം എന്നാണ്. പേരൊക്കെ ഗംഭീരമാണ്. കരുണയുടെ സ്ഥലം. 38 കൊല്ലമായിട്ടും ഒരു കരുണയും കെട്ടാതെ ഒരാളവിടെ കിടക്കുകയാണ്. എന്താ നിങ്ങളുടെ വീട്ടുപേര്? ബഥേൽ അല്ലേ? എന്താ നിങ്ങളുടെ വീട്ടുപേര്? ഏബനേസർ. എന്താ നിങ്ങളുടെ വീട്ടുപേര്? അല്ലേ, നമ്മൾക്കൊരു വീട്ടുപേരുണ്ടല്ലേ. നമ്മൾ ആ വീട്ടുപേര് ഇട്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് അതിനോട് ചേരുന്നത് വീട്ടിലുണ്ടാകുമെന്നാണ്. സംഭവിച്ചത് നേരെ എതിരാണ്. പ്ലാവും ചോടുന്നൊക്കെ വീട്ടുപേരുള്ളവർ രക്ഷപ്പെട്ടു. വേറെ ഒന്നും കേൾക്കണ്ടല്ലോ അല്ലെ. പ്ലാവും ചോട്ടിൽ നിന്നോ ഒറ്റപ്ലാവെന്നോ ഇരട്ടപ്ലാവെന്നൊക്കെയാണ് ഇതിന് വിഷയം. അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ നാട്ടിലെ വീട്ടുപേരുകൾ. അതെ, പേര് കരുണയുടെ സ്ഥലമെന്നാണ്, അല്ലെങ്കിൽ കരുണയുടെ ഭവനം എന്നാണ്, കരുണ ഉള്ള സ്ഥലമെന്നാണ്. പക്ഷേ 38 കൊല്ലമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ആ പേരിനെ അന്വർത്ഥമാക്കുന്നതൊന്നും ഉണ്ടായിട്ടില്ല. പേര് വിശ്വാസി എന്നാണ്, പേര് പ്രാർത്ഥിക്കുന്നയാളെന്നാണ്, പേര് ഉപവസിക്കുന്നയാളെന്നാണ്, പേര് സ്നാനപ്പെട്ടയാളെന്നാണ്, പേര് ദൈവത്തിൻ്റെ മകൻ എന്നാണ്. പക്ഷെ ഇന്നുവരെയും പേരിനൊത്തവണ്ണമുള്ള ഒരു ദൈവിക ബ്ലെസ്സിങ് ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഈ പകൽ ദൂത് നിങ്ങൾക്കാണ്. പേരതാണ്. പക്ഷെ പേരിനൊത്തവണ്ണമുള്ളതൊന്നും ലൈഫിലില്ല. പ്രാർത്ഥിക്കുന്നയാളാണ്, പക്ഷെ പ്രാർത്ഥനയുടെ മറുപടിക്കൊത്തവണ്ണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നയാൾക്കൊത്തവണ്ണമുള്ളൊരു ലൈഫില്ല. പേര് വിശ്വാസി എന്നാണ്. പ്രഖ്യാപനങ്ങളൊക്കെ ഉള്ള ആളാണ്, അല്ലെങ്കിൽ വാഗ്ദത്തം ഉള്ള ആളാണ്. പക്ഷെ ഇതൊന്നും കാണാനില്ല. അങ്ങനെയുള്ളൊരു ലൈഫാണോ?
എങ്കിൽ ശ്രദ്ധിച്ചോ, ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. 38 വർഷമായി ഈ മനുഷ്യൻ ഈ കുളക്കര കിടക്കുകയാണ്. 38 വർഷമായിട്ട്. ആട്ടിൻവാതിൽ എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ പല ആവർത്തി പല സ്ഥലങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, വായിച്ചെടുക്കുന്നുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നെടുത്ത് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഒന്ന് നോക്കിക്കേ. നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചു നോക്കിക്കേ. മതി. അങ്ങനെ മഹാപുരോഹിതനായ ഏലിയാശീബും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും ചേർന്ന് ആട്ടിൻവാതിൽ പണിതു. ആമേൻ. ഇസ്രായേലിൽ തകർന്നു കിടന്ന ആട്ടിൻവാതിൽ വീണ്ടും പണിതു. മഹാപുരോഹിതനായ ഏലിയാശീബും അവൻ്റെ സഹോദരന്മാരും ചേർന്ന് പണിതു. സ്തോത്രം. നോക്കിക്കേ, ആട്ടിൻവാതിൽ പണിയാൻ മനുഷ്യന് പറ്റിയേക്കും. പക്ഷെ വാതിക്കൽ കിടക്കുന്നവനെ പണിതെടുക്കണമെങ്കിൽ സർവശക്തന്റെ കരം ചലിക്കണം. കഴിവുള്ളത് കൊണ്ട് കെട്ടിടം പണിയാൻ പറ്റും, കഴിവുള്ളത് കൊണ്ട് വാതില് പണിയാൻ പറ്റും, അറിവുണ്ടെങ്കിൽ. പക്ഷെ വാതിക്കൽ കിടക്കുന്നവൻ പണിയപ്പെടണമെങ്കിൽ തമ്പുരാൻ ഇറങ്ങണം. കഴിവുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഡ്രൈവർ ആകാൻ കഴിയും, കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടൈലർ ആകാൻ കഴിയും, കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല നേഴ്സ് ആകാൻ കഴിയും, കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടർ ആകാൻ കഴിയും, കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും മിടുക്കന്മാരിലൊരാളാകാൻ കഴിയും. പക്ഷേ നിങ്ങൾ പണിയപ്പെടണമെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ അവിടെ അപ്രസക്തമാകും, നിങ്ങളുടെ അറിവുകൾ അവിടെ അപ്രസക്തമാകും. നമ്മൾ മനുഷ്യർ പണിയപ്പെടണമെങ്കിൽ ഉടമസ്ഥന്റെ കരം ചലിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരാളാകാൻ വേണ്ടി നിങ്ങൾ വിശ്വാസിയൊന്നും ആകണ്ട, എൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കല്ലാതെ തന്നെ വലിയ ആളുകളായി മാറാൻ കഴിയും. ലോകത്തിലെ വലിയ ആളുകൾ എല്ലാവരും പെന്തക്കോസ്തുകാരും അന്യഭാഷയിൽ ആരാധിക്കുന്നവരും ഒന്നുമല്ല. നരേന്ദ്രമോദിയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അന്യഭാഷയാകുമ്പോൾ തോന്നുമെങ്കിൽ അത് അന്യഭാഷയല്ല, നമുക്ക് ഹിന്ദി അറിയാൻ മേലാത്തതിൻ്റെ കുഴപ്പമാണ്. അദ്ദേഹം സംസാരിച്ചത് ഹിന്ദിയിലാണ്. മേരെ പ്യാരി ദേശിവാസിയോം കാ അച്ചാ ഹേ അല്ലേ, ബഹത്ത് ഹാ ഹാ ഹു ഹു ഹേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ലോകത്തിൽ അറിയപ്പെടുന്ന ആളാകാൻ വേണ്ടി വിശ്വാസിയാകണമെന്നില്ല. പക്ഷെ നാം സ്വയം പണിതെടുക്കപ്പെടണമെങ്കിൽ, നമ്മളൊരു നല്ല മനുഷ്യനാകണമെങ്കിൽ, നമ്മളൊരു നല്ല ദൈവവൈതലാകണമെങ്കിൽ, നമ്മൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ള ആളായി മാറണമെങ്കിൽ നമ്മെ ദൈവം പണിയണം. സ്തോത്രം. ഇതാ ഒരു മനുഷ്യനെ പണിതെടുക്കാൻ സർവശക്തൻ വരികയാണ്. 38 വർഷമായി ഒരു പണിയും നടക്കാത്ത ഒരുവനെ തൊടാൻ കർത്താവ് വരികയാണ്. സ്തോത്രം. യെരൂശലേമിലെ പള്ളികളിൽ പ്രവചനങ്ങളും ആലയത്തിലെ ആരാധനകളുടെ ശ്രേഷ്ഠതകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 400 വർഷം കഴിഞ്ഞിരിക്കുന്നു. ദൈവശബ്ദമില്ലാത്ത 400 വർഷത്തെ ഒരു ചരിത്രം കിടക്കുകയാണ്. ശേഷം ദൈവശബ്ദമായിട്ട് വന്നത് യോഹന്നാൻ സ്നാപകനാണ്. ഒരു 400 വർഷം ശൂന്യമായി പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വീണ്ടും ഒരു കാലഘട്ടത്തെ ചലിപ്പിക്കുവാൻ തമ്പുരാൻ എഴുന്നള്ളുകയാണ്. നിങ്ങൾ കേൾക്കുക സഭയെ, നിശബ്ദത എന്നൊരു കാലഘട്ടമുണ്ട് എല്ലാ മനുഷ്യർക്കും. നിശബ്ദത എന്നൊരു കാലഘട്ടം എല്ലാ മനുഷ്യർക്കുമുണ്ട്. പക്ഷെ അത് എന്നും അങ്ങനെയല്ല. ആ കാലഘട്ടത്തിനൊരു പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറം നാം സേവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഏതു നിശബ്ദതയും അവസാനിക്കും, ഏത് ഒതുക്കപ്പെടലും അവസാനിക്കും, ഏതൊരു സാഹചര്യവും മാറും. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി വരും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 400 വർഷക്കാലമായി ദൈവശബ്ദമില്ലാത്ത ഒരു കാലത്തിലേക്ക് മനുഷ്യരുടെ ആകപ്പാടെയുള്ള അമ്മത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞ ആലയമാണ്. അവരുടെ എല്ലാ പ്രതീക്ഷകളും ആലയവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. സ്തോത്രം. ഇത് ആലയത്തിൻ്റെ വാതിക്കൽ, ആട്ടിൻവാതിൽക്കൽ, ബെഥസ്ത എന്ന എബ്രായ പേരുള്ള കുളക്കരയിൽ ഒരു മനുഷ്യൻ 38 വർഷമായി വെയിറ്റ് ചെയ്യുകയാണ്. പള്ളിയിലെ പ്രാർത്ഥന അവന് കേൾക്കാം, പള്ളിയിലെ ആരാധന അവന് കേൾക്കാം,
ഇന്ന് പള്ളിയിൽ വായിച്ച സങ്കീർത്തനവും, ഇന്ന് പള്ളിയിൽ വായിച്ച ഏവൻഗേലിയോനും, ഇന്ന് പള്ളിയിൽ ചൊല്ലിയ വാക്കുകളും വാചകങ്ങളും എല്ലാം അവന് കാണാതെ അറിയാം. എന്നിട്ടും ഇന്ന് വരെ അവൻ വിടുവിക്കപ്പെട്ടിട്ടില്ല. സ്തോത്രം. ഈ മനുഷ്യൻ 38 കൊല്ലമായി ആലയത്തിന്റെ വാതിൽക്ക് കിടക്കുന്നു. അകത്തെ മുഴുവൻ കാര്യങ്ങളും ഇവന് കാണാതെ അറിയാം. പക്ഷെ ഇവൻ ഇന്ന് വരെ വിടുതൽ കിട്ടിയിട്ടില്ല. സ്തോത്രം. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം, ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം, ഉപവസിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം. മനോഹരമായ വസ്ത്രം ധരിച്ച് അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന മഹാപുരോഹിതന്മാരുടെ എണ്ണം ഇവന് കൃത്യമായിട്ടറിയാം. മറ്റു പലരും തൻ്റെ കൂടെ കിടന്ന മറ്റു പലരും സൗഖ്യമായി എഴുന്നേറ്റ് പോകുന്ന കാഴ്ച ഇവൻ പലവട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇവൻ ആഗ്രഹിച്ചത് ഇവനിലേക്ക് എത്തിയിട്ടില്ല. ഇവൻ പ്രാർത്ഥിച്ചവന്റെ മറുപടി ഇവനിലേക്ക് എത്തിയിട്ടില്ല. ഇവൻ കാത്തുകിടന്നവന്റെ മറുപടി ഇവനിലേക്ക് എത്തിയിട്ടില്ല. ഇന്ന് ആ ദിവസം വരികയാ. ഹല്ലേലൂയ. നിങ്ങളോട് പറയാം, ദൈവമക്കളെ, ഇത് മുഴുവൻ കാണാതെ പഠിച്ചാലും, ഇതിന്റെ സിസ്റ്റം മുഴുവൻ കാണാതെ പഠിച്ചാലും, ദൈവശബ്ദം കാതുകളിൽ എത്തിയില്ലെങ്കിൽ, ദൈവികമായ സ്പർശനം ശരീരത്തിന്റെ മേൽ വെളിപ്പെട്ടില്ലെങ്കിൽ, നമ്മൾ ഈ പക്ഷപാത രോഗിക്ക് തുല്യമാണ്. നമ്മൾ ഈ വ്യക്തിക്ക് തുല്യമാണ്. ആമേൻ. സ്തോത്രം. 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യന്റെ അടുക്കിലേക്ക് കർത്താവ് എത്തുകയാണ്. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ചോദ്യം ഇതാണ്: നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നമ്മളാണെങ്കിൽ ചോദിച്ചേനെ, അല്ലേ പിന്നെ ഇങ്ങോട്ട് വരൂ, ഇല്ലേ പിന്നെ ഇവിടെ കിടക്കൂ, ഇല്ലേ? 38 വർഷമായി കുളക്കരയിൽ സൗഖ്യത്തിന് വേണ്ടി കാത്തുകിടക്കുന്നവനോട് തമ്പുരാൻ ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? ഒറ്റ വാക്കി വെച്ചാൽ, ആർ യു റെഡി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നീ തയ്യാറാണോ? ഇപ്പോ ഇദ്ദേഹത്തിനൊരു മറുപടി ഉണ്ട്. ഞാൻ 38 വർഷമായി ഇവിടെ കിടക്കുന്നു. നമ്മളും അങ്ങനെയല്ലേ? ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചാൽ നമ്മൾ 9 വാക്ക് പറയൂലേ? കർത്താവ് ചോദിച്ചത് എന്താണ്? നിനക്ക് മനസ്സുണ്ടോ? 2 ആൻസറേ എവിടെയുള്ളൂ. യെസ് അല്ലെങ്കിൽ നോ. ഇത് 2 മതി. ഒന്നെങ്കിൽ യെസ്, ഐ ആം റെഡി, ഇല്ലെങ്കിൽ നോ, ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു കുളക്കരേ അതും ഇതും ഒക്കെ ആയിട്ട് ഒരു എന്നെ തൊടാൻ വരരുത്. നമ്മളും കർത്താവിനോട് പറയുന്നത് അങ്ങനെയല്ലേ? എന്നെ ആരാധിപ്പിക്കരുത്, എൻ്റെ മേലെ അഭിഷേകമൊന്നും തരരുത്, എനിക്ക് അനങ്ങാൻ മേല, ഞാനൊരു പ്രത്യേക അല്ലേ? നമ്മളും കർത്താവിനോട് പറയുന്നത് അങ്ങനെയല്ലേ? എന്നെ തൊടരുത്, എനിക്ക് ഇച്ചിരി അസുഖമൊക്കെ ഉണ്ട്, ഇതല്ലേ നമ്മളും. ഇദ്ദേഹം പറയണം, എനിക്ക് 38 വർഷമായി ഞാനിവിടെ കിടക്കുകയാണ്, എന്നെ ഈ കുളത്തിലേക്ക് ആക്കാൻ എനിക്ക് ആരുമില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇദ്ദേഹം ചോദിച്ച ഹെൽപ്പ് എന്താണെന്നറിയാമോ? നീ ഇവിടെ വെയിറ്റ് ചെയ്യണം. കർത്താവിനോട് പറയാം, കർത്താവ് ഇവിടെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഇനി ദൂതം വന്ന് കുളം കലക്കുമല്ലോ. എൻ്റെ പ്രശ്നം എന്നെ ഈ കുളത്തിലേക്ക് എത്തിക്കാൻ ആരുമില്ലെന്നാണ്. ഞാൻ തളർന്നു പോയ മനുഷ്യനാണ്. അങ്ങനെ പെട്ടെന്ന് വാരിയെടുത്ത് കുളത്തിലോട്ടിടണം. മറ്റൊരുത്തൻ കുളത്തിലിറങ്ങും മുമ്പ് വലിച്ചെങ്കിൽ വലിച്ച്, എടുത്തെങ്കിൽ എടുത്ത്, ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എന്താണ് ചോദിക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന ദൈവം ആരാണ് എന്ന ബോധ്യത്തോടെ വേണം ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാൻ. സ്തോത്രം. കർത്താവ് ഇവിടെ നിന്ന പിന്നെ കുളത്തിന് വല്ല പ്രസക്തിയുണ്ടോ? കർത്താവ് ഇവിടെ നിന്ന പിന്നെ ദൂതന് വല്ല പ്രസക്തിയുണ്ടോ? കർത്താവ് ഇവിടെ വന്നാൽ പിന്നെ കുളം കലങ്ങാൻ വേണ്ടി കാത്തിരിക്കണോ? പക്ഷെ നമ്മൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊന്നും വിടുതൽ നടക്കത്തില്ല. ഈ മീറ്റിംഗ് ഒരു 12-20 ആകുമ്പോൾ പാസ്റ്റർ നിർത്തുകയും ശേഷം എല്ലാവരും എഴുന്നേറ്റും ഇന്ന് ആരാധിക്കാമെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് ഇറങ്ങി വരുന്നതെന്ന്. പക്ഷെ ഞാനിന്ന് 12-20 ആകുമ്പോൾ ഇതിന് ആമയും പറയുകയും ചെയ്യും. ഇന്നത്തെ വിടുതലും പോയില്ലേ? നിങ്ങൾ എന്തിനു വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? സ്തോത്രം. ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ദൂതന്റെ സന്ദർശനം ഉണ്ടായിട്ടുണ്ടോ?
ചോദിച്ച വാക്കൊരു ഗംഭീര വാക്കായിരുന്നു. ഏഞ്ചലിക്കൽ വിസിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. രോമാഞ്ചം ഉണ്ടാവും വാക്ക് കേട്ട് അല്ലേ? ഏഞ്ചലിക്കൽ വിസിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാനായോണ്ടാ പിടിച്ചുമ്പോൾ നിങ്ങളെന്ന് പറഞ്ഞ് 1.5 മണിക്കൂർ അന്വേഷണം പറഞ്ഞു. കാരണം ആ വാക്കിനകത്തൊരു പഞ്ചുണ്ട്, ഒരു 3 കാറ്റും ഒരു 2 ശ്വാസവും ഇല്ലേ? ഏഞ്ചലിക്കൽ വിസിറ്റേഷൻസ്. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ കൂടെ നിൽക്കുന്നവന് ദൂതം വല്ല വിഷയാണോ? സംസാരിക്കാൻ ദൈവമുള്ളവന് ദൂതൻ വല്ല വിഷയാണോ? പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവമുള്ളവന് ദൂതൻ വല്ല വിഷയമാണോ? തൊടാൻ ദൈവമുള്ളവനെന്തിനാ ദൂതൻ? ദൈവത്തിന്റെ മുകളിലല്ല ഒരു ദൂതനും. ദൈവത്തിന്റെ മുകളിലാണോ മീഖായേൽ? ദൈവത്തിന്റെ മുകളിലാണോ ഗബ്രിയേൽ? ദൈവത്തിന്റെ മുകളിലാണോ കെരൂബ്? ദൈവത്തിന്റെ മുകളിലാണോ സറഫ? അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതൊന്നും ദൈവത്തിന്റെ മുകളിലല്ല. നമുക്കട പോലും മുകളിലല്ല ഒരു പരിധി വരെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. പക്ഷെ നമ്മുടെ വിഷയം അവിടെയാണ്. നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അങ്ങ് എന്നോട് സംസാരിക്കരുത്, ഗബ്രിയേലിനെ പറഞ്ഞു വിട്ടേക്കണേ എന്നാണ്. കർത്താവ് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുവാണ്, എനിക്ക് കുളത്തിലേക്ക് എന്നെ എത്തിക്കാൻ എനിക്ക് ആരുമില്ല, എന്നെ ഒന്ന് സഹായിക്കണം. ആ കൈയൊന്ന് നീട്ടി തന്നെ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇല്ലേ, എന്നെ ഈ കുളത്തിലേക്ക് ഒന്ന് എത്തിക്കണം, എന്നെ ഒന്ന് പ്ലീസ്, എന്നെ ഒന്ന് സഹായിക്കണം. എന്താ കർത്താവ് ചോദിച്ചോ? നിന്നെ കുളത്തിലാക്കാൻ ഞാൻ നിന്നെ സഹായിക്കണമെന്നല്ല, നിനക്കിപ്പോൾ സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ്. യാക്കോബ് ഒരിക്കൽ വീട്ടിലേക്ക് വരികയാണ്. യാക്കോബ് കേൾക്കുന്ന വാർത്ത വീട്ടിൽ കയറാൻ സാധ്യതകൾ ഇല്ലാത്തൊരു വാർത്തയാണ്. കാരണം ഏശാവ് കുറച്ച് ആളുകളുമായിട്ട് തനിക്കെതിരെ വരുന്നുണ്ട്. യാക്കോബ് ഭയന്നുപോയി. കാരണം താൻ ചെയ്തു വെച്ചതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഏശാവ് വരുന്നത് അത്ര ശുഭമല്ല. കാരണം ഏശാവിൻ്റെ എല്ലാം തട്ടിയെടുത്ത് ആകപ്പാടെ രംഗം വഷളാക്കി പോയ ആളാണ് യാക്കോബ്. അപ്പൊ തിരിച്ചു വരുവാണ്. ദൈവം പറഞ്ഞിട്ടാ പോരുന്നെങ്കിലും, നമ്മളും അങ്ങനെയല്ല, ദൈവം പറഞ്ഞിട്ടാ പോകുന്നെങ്കിലും മനുഷ്യനെ കാണുമ്പോൾ നമുക്കും വിറയ്ക്കും. യാക്കോബിന് വിറച്ചു. യാക്കോബ് ആദ്യം പറഞ്ഞു, ദാസന്മാർ പോട്ടെ, കാരണം കൊല്ലുവാണെങ്കിൽ ആദ്യം അവർ ആകട്ടെ എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ചെല്ല്, പിള്ളേരെ പറഞ്ഞു വിട്ടു. അങ്ങനെ വിട്ടു. നമ്മളും ഭയങ്കര ട്രിക്കുകാരല്ലേ, കാരണം പിള്ളേരെ കാണുമ്പോൾ മനസ്സലിയുന്നുള്ളതാ ചിന്ത. കൊച്ച ഓടിച്ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ വല്യപ്പച്ചാന്ന് വിളിക്കുമ്പോഴേക്കും എണ്ണയിൽ ആട്ടേന്ന് വയ്ക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നിട്ട് യാക്കോബിന് ഭയമായിരുന്നു ഏശാവിൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ. ഞാൻ സഭയോടത്ത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. മനുഷ്യന്റെ മുമ്പിൽ കയറി നിൽക്കാൻ ഉളവാക്കുന്നതായ ഒരു തിന്മയും ദൈവമക്കളിൽ ഉണ്ടാകരുത്. ഒരു മനുഷ്യന്റെ മുൻപിൽ നിന്ന് സംസാരിക്കാനാകാത്ത വണ്ണം തല കുനിഞ്ഞു പോകുന്ന ഒരു തിന്മയും ഒരു ദൈവ പൈതലിനകത്തും ഉണ്ടാകരുത്. യാക്കോബ് ഇങ്ങനെ നദിക്കര കിടക്കുകയാണ്. നദിക്കര കിടക്കുമ്പോൾ ദൂതൻ വരികയാണ്. യഹോവയുടെ പ്രത്യക്ഷത എന്നാണ് പിന്നീട് പല ഭാഗത്തും വായിക്കുന്നത്. എനിവേ, എന്താ യാക്കോബിന്റെ ആവശ്യം? വീട്ടിൽ കയറണം. പക്ഷെ വന്ന ദൂതനോട് യാക്കോബ് പറയുന്നത്, എനിക്ക് വീട്ടിൽ കയറണമെന്നല്ല, നീ എന്നെ ബ്ലെസ് ചെയ്യണമെന്നാണ്. മുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന ബോധ്യത്തിൽ പ്രതികരിക്കണം. നീ എന്നെ അനുഗ്രഹിക്കണമെന്ന വാക്കിന്റെ അകത്ത് എല്ലാം ഉണ്ട്. സ്തോത്രം. പിന്നെ വീട്ടിൽ കയറാൻ ഒരു അനുഗ്രഹം, വഴി തുറക്കാൻ ഒരു അനുഗ്രഹം, നദി മുറിക്കാൻ ഒരു അനുഗ്രഹം, പിണക്കം മാറാൻ ഒരു അനുഗ്രഹം, അപ്പൻ്റെ സ്നേഹം കിട്ടാൻ ഒരു അനുഗ്രഹം, അമ്മയുടെ സ്നേഹം കിട്ടാൻ വേറൊരു അനുഗ്രഹം. ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. നീ എന്നെ അനുഗ്രഹിക്കണം, അല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ മുമ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താണ് പറയേണ്ടതെന്നൊന്ന് മനസ്സിൽ കാണും. ഇന്ന് പകൽ ഈ സഭായോഗത്തിന്റെ അകത്തേക്ക് സർവശക്തനായ ദൈവത്തിന്റെ തിരുസാന്നിധ്യമുണ്ട്.
രണ്ടോ മൂന്നോ പേർ തൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്നാണ്. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഈ പകൽ നാം ഇതിനകത്തിരിക്കുന്നത് സത്യമാണെങ്കിൽ അതിനേക്കാൾ വലിയ സത്യമാണ് നമ്മുടെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. നിങ്ങളുടെ പുറത്തോട്ട് വിടുന്ന ശ്വാസം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിലേക്ക് ഒരു പക്ഷെ എത്തുന്നുണ്ടാകില്ല, പക്ഷെ അത് കർത്താവിലേക്ക് എത്തുന്നുണ്ട്. അത്രത്തോളം കർത്താവ് സമീപസ്ഥനാണ്, അത്രത്തോളം സമീപസ്ഥനാണ്. ആ കർത്താവ് ഇന്ന് പകൽ മറ്റാർക്കും കേൾക്കാനാകാതെ നിങ്ങളുടെ ഹൃദയത്തെ നോക്കി, നിങ്ങളുടെ ബുദ്ധിയെ നോക്കി, നിങ്ങളുടെ ചിന്തയെ നോക്കി കർത്താവ് ചോദിക്കുന്നു, ആർ യു റെഡി? ആർ യു റെഡി? ഇന്ന് പകൽ നിന്നെ തൊടാൻ ഞാൻ വന്നിട്ടുണ്ട്. ഈ പകൽ നിന്റെ സാഹചര്യം അറിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. ആർ യു റെഡി? എക്സ്ക്യൂസസുകൾ എടുത്തു കളയുക, പറയാനുള്ള നീളം കൂടിയ വാചകങ്ങൾ എടുത്തു കളയുക. ഒരൊറ്റ സെന്റൻസ്, നീ എന്നെ അനുഗ്രഹിക്കണം, നിന്റെ കൈ എൻ്റെ മേൽ വെക്കണം, എനിക്ക് വേണ്ടി വഴി തുറക്കണം. ദൈവത്തോട് സംസാരിക്കാൻ ഈ പകൽ ആര് തയ്യാറാകും? നീ തയ്യാറാണോ എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ സൗഖ്യമാകണമെങ്കിൽ ആദ്യം അവൻ്റെ അകത്ത് വേണ്ടത് ആത്മാർത്ഥമായ ഒരു ആഗ്രഹമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കണമെങ്കിൽ അയാൾക്ക് ആദ്യം വേണ്ടത് ആത്മാർത്ഥമായ ഒരു ആഗ്രഹമാണ്. ഒക്കട്ടെ എന്നുള്ളതല്ല, നടക്കട്ടെ എന്നുള്ളതല്ല. സ്തോത്രം. നമുക്കെല്ലാവർക്കും വന്നിരുന്ന ഈസി ആയിട്ട് ഉറങ്ങാനുള്ള സ്പേസ് അല്ല ചർച്ച്. ചർച്ച് ഒരു ബെഡ്റൂം അല്ല, ചർച്ച് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. ചർച്ച് ഒരു ഗെറ്റ് ടുഗദറിന്റെ സ്ഥലമല്ല, ചർച്ച് ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം എഴുന്നള്ളുന്ന ഇടമാണ്. അലംഭാവങ്ങൾ നിങ്ങളുടെ വിടുതലുകളെ താമസിപ്പിക്കും. ആമേൻ. കർത്താവിനോട് ചോദിക്കുന്നത് നിനക്ക് മനസ്സുണ്ടോന്നാണ്, നിനക്ക് അതിനുള്ള വാഞ്ഛയുണ്ടോന്നാണ്. 38 വർഷമായി കിടക്കുകയാണ് ഈ മനുഷ്യനോട് കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഒരു മനുഷ്യൻ വിടുവിക്കപ്പെടണമെങ്കിൽ ആദ്യമേ സംഭവിക്കേണ്ടത് അയാളുടെ മനസ്സതിന് റെഡിയാകുക എന്നുള്ളതാണ്. അയാൾ അതിനു വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. അയാൾ അതിനു വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഈ പകൽ തയ്യാറല്ലെങ്കിൽ, ഈ പകൽ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, നിങ്ങളെ ആരാധിപ്പിക്കുവാൻ ബേബിനെ കൊണ്ടാവില്ല. ബ്രിജിത്ത് എത്ര കീബോർഡ് വായിച്ചാലും, സെസൽ എത്ര റിതം വായിച്ചാലും, ബേബിനെ എത്ര പാട്ട് പാടിയാലും, ഞാൻ ഇന്ന് ആരാധിക്കത്തില്ലെന്ന് ഒരുത്തൻ തീരുമാനിച്ചാൽ അയാളെ ആരാധിപ്പിക്കുക സാധ്യമല്ല. പ്രൈസ് ഗോഡ്. ഇത് എനിക്ക് തോന്നണം. ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ കൊയറിന്റെ മുൻപിലല്ല, ഞാൻ നിൽക്കുന്നത് പാസ്റ്ററുടെ മുമ്പിലല്ല, ഞാൻ നിൽക്കുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിരൂപണങ്ങളെയും ദൂരത്തറിയുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ്. പ്രൈസ് ദി ലോർഡ്. വിടുവിക്കപ്പെടണമെങ്കിൽ ആദ്യമേ നമ്മുടെ മനസ്സ് അതിലേക്കൊന്ന് പാകപ്പെടണം. അതിനാ കർത്താവ് ചോദിച്ചപ്പോൾ നീ റെഡിയാണോ? കാരണം ഈ കൊളക്കര കുറേ ചില കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. അതിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്. ഒന്ന്, ഈ കിടക്കുന്നവനൊക്കെ ഒന്നുകിൽ തന്നെ പോലെയുള്ളവൻ അല്ലെങ്കിൽ തന്നേക്കാൾ പരിതാപകരമായ അവസ്ഥയിലുള്ളതാണ്. ആരെ ഇവിടെ വന്നു കിടക്കുന്നവരെല്ലാം ഈ കുളം കലങ്ങുമ്പോൾ സൗഖ്യമാകാൻ വേണ്ടി വന്നു കിടക്കുന്ന രോഗികളായ ആൾക്കാരാണല്ലോ. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുഷ്ഠരോഗി, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം തളർന്നയാണ്, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാലില്ലാത്ത ആൾ, എന്നിലേക്ക് നോക്കുമ്പോൾ കൊള്ളയും മെച്ചം ഞാനാ. നമ്മിൽ ആരാ മെച്ചമെന്നറിയാനല്ല സഭ വന്നേക്കുന്നത്. അടുത്തിരിക്കുന്ന ആളുമായി ബാലൻസ് ചെയ്തിട്ടല്ല നമ്മുടെ ആത്മീയതയെ നമ്മൾ പരിശോധിക്കേണ്ടത്.
എൻ്റെ അടുത്തിരിക്കുന്നയാളേക്കാൾ ഞാൻ കുറച്ചുകൂടെ ആരാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് അർത്ഥമില്ല. എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളേക്കാൾ എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ അയാളേക്കാൾ മെച്ചമാണെന്ന് അർത്ഥമില്ല. ആമേൻ. ദൈവം നോക്കിയത് പുറത്തു വന്ന വാചകങ്ങളെയല്ല, ദൈവം നോക്കുന്നത് ഹൃദയത്തിന്റെ അവസ്ഥയെയാണ്. സ്തോത്രം, സ്തോത്രം. ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ടോണുണ്ട്, ഞങ്ങൾ പാസ്റ്റർക്ക് അറിയാൻ മേലാഞ്ഞിട്ട്, പാസ്റ്റർ എത്ര വർഷമായി വിശ്വാസി വന്നിട്ട് എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും 2000-ലൊക്കെയാണ് ഞാൻ വിശ്വാസത്തിലോട്ട് വരുന്നത്. അപ്പോൾ കണക്ക് കൂട്ടും 2025 മൈനസ് 0 വെട്ടി 2 വെട്ടി 5 വെട്ടി 25 കൊല്ലമായുള്ളൂ. ഞാൻ ആരെന്നറിയാമോ? 38 കൊല്ലായി. എന്നാ പറയുക, തളർന്നു കിടക്കുമല്ലേ. ഞാൻ പയറ് പോലെ നടക്കുന്നു. ഞാൻ പറഞ്ഞ ആശയത്തിലെടുക്കണം കേട്ടോ. പാസ്റ്റ് 25 കൊല്ലമായുള്ളൂ. പാസ്റ്ററേ, ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ 38 കൊല്ലമായി. സകല അടവും തടവും കടവും കിടുവും ഒക്കെ പഠിച്ചു കിടക്കുക. പഠിച്ചോ, നല്ലതാ, പരീക്ഷയ്ക്ക് എഴുതി ജയിക്കാം. ജീസസിനെ. വേറൊരു ടോണുണ്ട്, എൻ്റെ പാസ്റ്റർ ഇപ്പോഴത്തെ ഈ കാലം കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മടുത്തു പോയി. ഞങ്ങളുടെയൊക്കെ കാലത്ത് അയ്യോ എന്നായിരുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ സഭയോട് എന്താ പരിശുദ്ധാത്മാവ് ചോദിച്ചെന്നറിയാമോ? നീ പ്രാപിച്ചതും അത് പ്രാപിക്കാൻ നീ കൊടുത്ത വിലയും നീ മറക്കരുത്. അന്നുണ്ടായിരുന്നോന്നല്ല, ഇന്നും അന്ന് പ്രാപിച്ചത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് സഭയോട് ചോദിച്ച ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു 3-ാം അധ്യായം തോന്നുന്നു. ഇവിടെ സഭയോട് പരിശുദ്ധാത്മാവ് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ഇന്ന് എങ്ങനെയെന്നല്ല, നിങ്ങളുടെ ഇന്നലകളിൽ നിങ്ങൾ പ്രാപിച്ചത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ? നിങ്ങൾ കൃപാവരങ്ങളിലോട്ടൊന്നും പോകണ്ട, വെളിപ്പാടുകളിലോട്ട് പോകണ്ട, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ താ. അന്ന് നിങ്ങളൊന്ന് അന്യഭാഷ പ്രാപിപ്പാൻ, സിമ്പിൾ, നിങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധിക്കുന്നയാൾ ആത്മാവിൽ ആരാധിക്കുന്നത് കണ്ടപ്പോൾ, എൻ്റെ ദൈവമേ, എനിക്കും ഇതുപോലെയൊന്ന് ആത്മാവിൽ ആരാധിക്കണമെന്ന ആഗ്രഹത്തോടെ നിങ്ങൾ എത്ര കൂട്ടായ്മകൾക്കകത്താ ഓടിക്കയറിയത്? എത്ര കാത്തിരിപ്പ് യോഗങ്ങൾക്കകത്താ കയറിയത്? എന്തുമാത്രം നിങ്ങൾ കരഞ്ഞതാണ്? എത്ര ആവർത്തി നിങ്ങൾ ദൈവത്തോട് ചോദിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ മേലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിനെ തന്നത്? അത് നിങ്ങളുടെ മേലേക്ക് ഇറങ്ങിയപ്പോ, അന്യഭാഷ അടയാളം നിങ്ങളുടെ നാവിൽ ദൈവം തന്നപ്പോ, നിങ്ങൾ ആരാധിച്ചൊരാരാധനയുടെ 10-1 അന്ന് നമ്മളത് പ്രാപിച്ചപ്പോ നമ്മൾ ആരാധിച്ച ഒരാരാധനയുണ്ട് അല്ലേ? സ്തോത്രം, സ്തോത്രം. ചിന്തിക്കൂ, 10 കൊല്ലം പുറകിൽ അല്ലെങ്കിൽ 20 കൊല്ലം പുറകെ ചിന്തിക്കൂ. ഏതോ തഴപ്പായിലോ പ്ലാസ്റ്റിക്കിന്റെ പായിലോ പായുണ്ടായാലുണ്ടായി, സിമെന്റ് ഇട്ട തറയോ മണ്ണ് മെഴുകിയ തറയോ, അവിടെ മുട്ടും മടക്കിയിരുന്ന് ആരാധിച്ചിട്ട് മുട്ട് പൊട്ടിയത്, ഒച്ചയടഞ്ഞത്, കൈ പൊട്ടിയത്, പരിശുദ്ധാത്മാവ് ഈ പകൽ സഭയോട് ചോദിക്കുന്നു, അത് ഇപ്പോഴും അതിൻ്റെ അറ്റം ഉണ്ടോന്നല്ല, അതിൻ്റെ ഒരു മണം ഉണ്ടോന്നല്ല, അതങ്ങനെ തന്നെ.
മൈ ലോർഡ്. ചില ആളുകൾക്ക് അക്ഷരം വായിക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ സഭയിലുള്ളവരുടെ കാര്യം തന്നെ പറയുന്നു, ഞാൻ പേര് പറയാത്തത് അത് വേണ്ടാത്തതുകൊണ്ടാണ്. ചിലർക്ക് അക്ഷരങ്ങൾ വായിക്കാൻ അറിയില്ലായിരുന്നു, പക്ഷെ അവർക്ക് ബൈബിൾ വായിക്കാൻ കഴിയുമായിരുന്നു. അവർക്കൊരു മനോരമയുടെ പേപ്പർ കൊടുത്താൽ അവർക്ക് വായിക്കാൻ അറിയില്ല, പക്ഷെ അവർ ബൈബിൾ വിടർത്തി വെച്ചാൽ അവർക്കത് വായിക്കാൻ കഴിയുമായിരുന്നു. അത് എത്ര ആവർത്തി ദൈവത്തോട് ചോദിച്ചതിന് ശേഷം ആ കർത്താവേ ഒരു വാക്യം വായിക്കാൻ, ഒരധ്യായം വായിക്കാൻ, അങ്ങനെ ഈ പുസ്തകം ഒന്ന് വായിക്കാൻ. ഇന്നും അവർക്ക് മനോരമ വായിക്കാൻ അറിയാം, ഇന്നും അവർക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റില്ല, പക്ഷെ അവർക്ക് ഇന്നും ബൈബിൾ വായിക്കാൻ കഴിയും. അന്ന് അത് വായിക്കാൻ ദൈവം ഒരു കൃപ കൊടുത്തപ്പോൾ അത് ആർത്തിയോടെ വായിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ഞായറാഴ്ച 12:30 ഇത് അടച്ചാൽ പിറ്റേ ഞായറാഴ്ച 9:30 അച്ഛാ പിന്നെ ഇത് തുറക്കുന്നേ. നീ പ്രാപിച്ചതും നീ അതിന് കൊടുത്ത വിലയും നീ മറക്കരുത്. കൂട്ടത്തിലുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൊതിയായിരുന്നു, കാരണം നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. അല്ലേ? കൂട്ടത്തിലുള്ളവർ നിവർന്നിരുന്നേ. കൂട്ടത്തിലുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൊതിയായിരുന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒരു രീതിയുണ്ടല്ലോ. ആദ്യമേ അല്ലേ, നമുക്കത് അറിയില്ലായിരുന്നു. നമുക്ക് തന്നെ പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷെ പൊതുവായി പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയില്ലായിരുന്നു. എത്ര പ്രാവശ്യമാണ് ദൈവത്തോട് ചോദിച്ചത്, കർത്താവേ. ഒരു സഭായോഗത്തിൽ, ഒരു വീട്ടു പ്രാർത്ഥനയിൽ ഒന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ഇന്ന് 2 പേര് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മടിയ, നമുക്ക് വേണ്ട, നമുക്ക് താല്പര്യമില്ല. ദൈവത്തെ തുച്ഛീകരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുക. ആമേൻ, ആമേൻ. സ്തോത്രം. ഓക്കെ, സൗഖ്യമാക്കപ്പെടണമെങ്കിൽ, വിടുവിക്കപ്പെടണമെങ്കിൽ ആദ്യം നാം അതിന് തയ്യാറാവണം. എന്താ ചോദ്യം? അതാണ്, ആർ യു റെഡി എന്നുള്ളതാണ്. നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ്. കർത്താവിനോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? ഇദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, ഭയങ്കര താല്പര്യമാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്, സൗഖ്യമാവണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നം ഇതാണ്, ഈ കുളത്തിലേക്ക് എന്നെ എത്തിക്കാൻ ആരുമില്ല. അങ്ങേക്ക് പറ്റുമെങ്കിൽ, അങ്ങ് ഏതാണ്ട് ഒരു 30 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന, ഒരു നല്ല യൗവനത്തിൽ നിൽക്കുന്ന പ്രായത്തിലാണ്. അങ്ങേക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് എടുത്ത് ആ കുളത്തിലോട്ടൊന്നാക്കണം. നമ്മൾ പറഞ്ഞത് അവിടെയാണ്. കർത്താവ് മുമ്പ് നിൽക്കുമ്പോൾ പിന്നെ കുളത്തിനൊന്നും യാതൊരു വിലയില്ല. സ്തോത്രം. ദൈവം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവസ്ഥാനത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ പിന്നെ ബെവിനിവിടെ പ്രസക്തിയില്ല, പിന്നെ സെസലിനോ ബ്രയത്തിനോട് പ്രസക്തിയില്ല, കൊയർ നിൽക്കുന്ന പിള്ളേർക്ക് ഇവിടെ പ്രസക്തിയില്ല, ജോബ് പാസ്റ്റർക്ക് ഇവിടെ പ്രസക്തിയില്ല, പ്രൊജക്ടറിന് ഇവിടെ പ്രസക്തിയില്ല. പിന്നെ പ്രസക്തിയുള്ളത് ദൈവത്തിന് മാത്രമാണ്. ഇവ നമ്മുടെ അകത്തോട്ട് വരണം. ആമേൻ. ഇത് നമ്മുടെ അകത്തോട്ട് വരണം. എന്താ വരാത്തെ? സ്തോത്രം. ഒരു പാട്ട് പാടി തീർക്കണമെന്ന് ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല. ഒരു പ്രസംഗം പ്രസംഗിച്ച് തീർക്കണമെന്ന് ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല. ആമേൻ. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ദൈവം ഇറങ്ങണമെന്നാണ് കാര്യമുള്ളത്. പക്ഷേ ഇപ്പോഴെല്ലാം നമുക്ക് പറഞ്ഞ് തീർക്കേണ്ടി വരുന്നു, പാടി തീർക്കേണ്ടി വരുന്നു, പിന്നെയും പാടേണ്ടി വരുന്നു, പിന്നെയും പാടേണ്ടി വരുന്നു, പിന്നെയും പാടേണ്ടി വരുന്നു. നമ്മൾ അന്യഭാഷ പറയാൻ മടിക്കുന്നു, നമ്മൾ ആത്മാവിൽ ആരാധിക്കാൻ മടിക്കുന്നു. വിടുവിക്കപ്പെടാൻ ആദ്യം സെറ്റ് ചെയ്യപ്പെടേണ്ടത് മനസ്സാണ്, പാകമാകേണ്ടത് മനസ്സാണ്. ദൈവത്തിങ്കിലേക്ക് പാകമാകണം, ദൈവത്തിങ്കിലേക്ക് പരുവപ്പെടണം. കർത്താവ് വന്നു കഴിയുമ്പോഴും പിന്നെയും കുളത്തിന്റെ കഥ പറയരുത്. കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൂതന്റെ കഥ പറയരുത്. കർത്താവ് വന്നാൽ നമുക്ക് കാര്യമുള്ളത് ദൈവത്തോടാണ്, ഡയറക്റ്റ് ദൈവത്തോടാണ്.
ഡയറക്റ്റ് ദൈവത്തോടാണ്. ഡയറക്റ്റ് ദൈവത്തോടാണ്. ദൈവത്തോട് നമുക്ക് കാര്യം പറയാൻ പറ്റണം. കുളത്തിലേക്ക് എത്തിക്കാൻ കർത്താവ് തൻ്റെ കൈ പിടിക്കും എന്ന ഈ മനുഷ്യൻ കരുതിയത്. ഈ കുളത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ്. എനിക്കത് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം കർത്താവിനോട് ഇദ്ദേഹം പറയുന്നത് എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് ഈ കുളത്തിലേക്ക് എത്തിക്കാൻ എനിക്കിവിടെ ആരുമില്ല, അങ്ങ് ഒന്ന് എൻ്റെ കൈ പിടിച്ച് ഈ കുളത്തിലേക്ക് എന്നെ ഒന്ന് എത്തിക്കണം. ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. പക്ഷെ കർത്താവ് അദ്ദേഹത്തോട് പറയുന്നത് തന്നെ എഴുന്നേൽക്കാനാണ്. എൻ്റെ കൈ പിടിക്കാമോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. യേശു പറയുന്നത് നീ തന്നെ എഴുന്നേൽക്കാനാണ്. നീ തന്നെ എഴുന്നേൽക്കണം. നീ തന്നെ എഴുന്നേൽക്കണം. എന്തുകൊണ്ടാണ് ഈ തന്നെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞെന്നറിയാമോ? ഇങ്ങനെ ഇന്നലെ സ്ഥാനപ്പെട്ടതല്ലെന്ന്. ഇപ്പം അബിനൊരു കാര്യം പറയുവാണെങ്കിൽ നമുക്കങ്ങോട്ട് കേൾക്കാമെന്ന്. കാരണം കൊച്ചു സ്ഥാനപ്പെട്ടിട്ട് ഒരാഴ്ചയായുള്ളൂ. മൊത്തം 80 വയസ്സായി. സ്നാനപ്പെട്ടിട്ട് 75 വർഷമായെങ്കിൽ ഇനിയും പാസ്റ്റർ വന്ന് പൊക്കണമെന്ന് പറഞ്ഞാൽ പൊക്കൂല, നടക്കൂല, അവിടെ കിടക്കുമല്ലാതെ. അത് അബിൻ പറയട്ടെ, കേൾക്കാൻ ഒരു രസമുണ്ട്. അബിൻ പറയാ പാസ്റ്ററെ പറഞ്ഞാൽ ഓക്കെ ഞാൻ സമ്മതിച്ചെന്ന്. പാസ്റ്ററെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാനൊരു ബോണ്ട എടുത്ത് തിന്നു. അബിൻ പറയുകയാണ് പാസ്റ്റർ ഞാനൊരു ബോണ്ട എടുത്ത് തിന്നു. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ബോണ്ടാന്ന് പറഞ്ഞാൽ ഒരു ഉണ്ട സാധനം ഇങ്ങനെ ഈ പറഞ്ഞു തന്നിട്ട് വേണം കർത്താവ് വരുമെന്നുള്ള ഫീൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കൂടാരങ്ങൾ ഇവിടെ ഉറച്ചുപോയി, നമ്മുടെ ചിന്തകൾ ഈ മണ്ണിൽ ഉറച്ചുപോയി, നമ്മുടെ വിചാരങ്ങൾ ഇവിടെ ഉറച്ചുപോയി, നമ്മുടെ പ്രത്യാശയും നമ്മുടെ ലക്ഷ്യവും മാറിപ്പോയി, നമ്മുടെ കർത്താവ് വരുമെന്നുള്ള ഒരു ചിന്തയും നമുക്ക് ഇല്ലാതെയായിപ്പോയി. നമ്മൾ ഏതിലേക്കോ കുടുങ്ങിപ്പോയി. 38 വർഷങ്ങൾ അയാളെ ഇനി കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണമെന്നോ? അയാളെ ഇനി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് വേണോ? അയാൾക്കിനി വാക്യം പറഞ്ഞു കൊടുത്തിട്ട് വേണോ? അതങ്ങനെയല്ല ബ്രദറെ, അല്ലെങ്കിൽ ആ അച്ഛ അങ്ങനെയല്ല അച്ഛ, വിശ്വസിക്കച്ച ഇതിനി പറഞ്ഞു കൊടുത്തിട്ട് വേണോ? ആൻറ്റി അങ്ങനെയല്ല ആൻറ്റി തളരരുത്, ആൻറ്റി പതറരുത്, ആൻറ്റി കുതറരുത്, അങ്ങനെയല്ല ആൻറ്റി ബലപ്പെടണം. മോശം. അത് വിശ്വാസത്തിൽ വന്ന് 1 കൊല്ലമാകുമ്പോൾ 2 കൊല്ലമാകുമ്പോൾ 38 വർഷമായിട്ട് കിടക്കുന്നയാളോടിനി ബലപ്പെടാനോ? യേശു പറഞ്ഞു എഴുന്നേക്ക്. ഇന്ന് പകൽ സഭയോടും പരിശുദ്ധാത്മാവ് പറയുന്നു എഴുന്നേക്ക്. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക്. ആത്മാവിൽ ബലപ്പെട്. ദൈവകൃപയിലേക്ക് വാ, അഭിഷേകത്തിലേക്ക് വാ, ആത്മനിറവിലേക്ക് വാ, ദൈവ സാന്നിധ്യത്തിലേക്ക് വാ, പ്രാർത്ഥനയിലേക്ക് വാ. മല ചവിട്ടി കയറാൻ, ആഹാബിന്റെ മുമ്പിൽ നിൽക്കാൻ, ആകാശത്തെ അടയ്ക്കാൻ, 40 പേർ ഒളിച്ചിരിക്കുമ്പോൾ അതിനകത്തും ഇന്നും പുറത്തു വരാൻ, ഇസബേലിനെതിരെ നിൽക്കാൻ, ആഹാബിനെതിരെ നിൽക്കാൻ, ബാലിനെതിരെ നിൽക്കാൻ, അശേരക്കെതിരെ നിൽക്കാൻ, എലീശയെ എഴുന്നേൽപ്പിക്കാൻ, യേഹൂവിനെ എഴുന്നേൽപ്പിക്കാൻ ഏലിയാവ് ഇവിടെയാണ്. ചിന്തിച്ചു നോക്കിയേ. ഏലിയാവിനെ പറ്റി യാക്കോബ് എഴുതി നിർത്തുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഏലിയാവിനെ പറ്റി എന്നാ പറയുന്നത്? അദ്ദേഹം ആകാശം തുറന്നു, അദ്ദേഹം ആകാശം അടച്ചു. നമ്മൾ ബൂസ്റ്റ് ചെയ്യാണ് ഏലിയാവിനെ. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോ തീയിറങ്ങി.
അദ്ദേഹം വെട്ടിക്കൊന്നു. ബാലിനെ വെട്ടി, അശേരയെ വെട്ടി, 750 പേരെ വെട്ടി. 950 പേരെ വെട്ടി. നമ്മൾ ബൂസ്റ്റ് ചെയ്യാണ്. ഒറ്റ വാക്കിൽ പരിശുദ്ധാത്മാവ് ഏലിയാവിനെ ഇങ്ങനെ എഴുതി വെച്ചു. ഏലിയാവ് അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, അവൻ തീയിറക്കുന്നവനായിരുമെന്നല്ല, അവൻ ആകാശം അടയ്ക്കുന്നവനായിരുമെന്നല്ല, അവൻ വെട്ടിയിട്ട ബാലിന്റെ പ്രവാചകന്മാരുടെ എണ്ണമല്ല പുതിയ നിയമം എഴുതിയത്, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഇന്ന് പകൽ കർമ്മേൽ സഭയെ നോക്കി ദൈവാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം, നിങ്ങൾ ആരാധിക്കുന്നവരാകണം, നിങ്ങൾ ഉപവസിക്കുന്നവരാകണം, നിങ്ങൾ സ്തോത്രം ചെയ്യുന്നവരാകണം, നിങ്ങൾ വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകണം. നമ്മളിവിടെ വാങ്ങിച്ചു കൂട്ടിയ വണ്ടിയുടെ എണ്ണമോ, നമ്മളിവിടെ വാങ്ങിച്ചു കൂട്ടിയ വീടിന്റെ എണ്ണമോ, നമ്മളിവിടെ വാങ്ങിച്ചു കൂട്ടിയ ഡിഗ്രികളോ, നമ്മളിവിടെ സമ്പാദിച്ച പണമോ, നമ്മളിവിടെ സമ്പാദിച്ചു നേടിയതിന്റെ ഒന്നും കണക്കെടുക്കാനല്ല ദൈവം വരുന്നത്. ദൈവം തന്റെ കണ്ണുകൊണ്ട് നോക്കുന്നു, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ, നീ ആരാധിക്കുന്നുണ്ടോ, നീ സ്തോത്രം ചെയ്യുന്നുണ്ടോ, നീ ഉപവസിക്കുന്നുണ്ടോ? കർത്താവ് നോക്കുന്ന അതാണ് കേട്ടോ. എലിയാവിനെ പരിശുദ്ധാത്മാവ് ഒറ്റ സെന്റൻസിൽ എഴുതി, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. കഴിഞ്ഞെന്ന് നമ്മൾ എന്നാ ബൂസ്റ്റ് ചെയ്താലും ദൈവത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ. നമ്മൾ എങ്ങനെ പ്രസംഗിച്ച് ഏലിയാവിനെ പൊക്കാൻ നോക്കിയാലും ദൈവത്തിന് ഏലിയാവിനെ കുറിച്ച് പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ. അമ്മേ, ഏലിയാവിനെ നോക്കി ദൈവം അഭിമാനിച്ചത് ഒരൊറ്റ കാര്യത്തിലാണ്. ഏലിയാവിനെ നോക്കി നമ്മൾ അഭിമാനിക്കുന്നത് കല്ല് പെറുക്കി വെച്ചതിന്റെ പേരിലും, മൃഗത്തെ കീറിയതിന്റെ പേരിലും, വിറക് കീറിയതിന്റെ പേരിലും, വെള്ളം കോരി ഒഴിച്ചതിന്റെ പേരിലും, തീയിറക്കിയതിന്റെ പേരിലുമൊക്കെ നമ്മുടെ അഭിമാനം ഏലിയാവിനെ കുറിച്ച്. നമ്മൾ ദൈവത്തിന്റെ അഭിമാനം, ദൈവം പറയുന്നു, അവൻ എന്നോട് പ്രാർത്ഥിക്കുന്നവനാണ്, അവൻ എന്നോട് പ്രാർത്ഥിക്കുന്നവനാണ്, അവൻ എന്നോട് പ്രാർത്ഥിക്കുന്നവനാണ്, അവൻ എന്നെ ആരാധിക്കുന്നവനാണ്, അവൻ എനിക്ക് വേണ്ടി നിൽക്കുന്നവനാണ്, എനിക്ക് വേണ്ടി ശബ്ദിക്കുന്നവനാണ്. അവനെ എഴുന്നേൽപ്പിച്ച് കുളത്തിലാക്കാൻ അവന്റെ കൈ കർത്താവ് പിടിക്കുന്ന അവൻ വിചാരിച്ചത്. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ തന്നെ എഴുന്നേക്കണം. വേദപുസ്തകത്തിൽ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് എഴുന്നേൽക്കുക. പല ആവർത്തി പലയിടങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇസ്രായേലിനോടും സഭയോടും ജനത്തോടും ഒക്കെ സംസാരിക്കുന്നതാണ്. എഴുന്നേൽക്കുക. ആമേൻ. എഫെസ്യ ലേഖനത്തിലെ വാക്യമുണ്ട്, എഴുന്നേൽക്കുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഒരാളും ഇവിടെ മരിച്ചു കിടക്കുക. ചിന്തിക്കും. നിങ്ങൾക്ക് ആരെയും അങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ കണ്ടോ, മരിച്ചു കിടക്കുക എന്നങ്ങ് വിചാരിക്കും. മരിച്ചു കിടക്കുക, നല്ലൊരു പുതപ്പൊക്കെ ഇട്ട് പുതച്ച് കിടക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ അപ്പുറത്ത് ഒരാൾ കിടന്ന് ഉറങ്ങുവാന്ന് വിചാരിക്കുക. ഒരാൾ മരിച്ചു കിടക്കുന്നു, ഒരാൾ ഉറങ്ങി കിടക്കുന്നു. മൊത്തം മൂടിയേക്കുമെന്നങ്ങ് വിചാരിച്ചു. തലവഴി മൊത്തം ഇങ്ങനെ മകരമാസത്തിൽ രാവിലെ കിടന്ന് ഉറങ്ങുന്ന പോലെ ഇങ്ങനെ പുതച്ച് കിടക്കുമെന്നങ്ങ് വിചാരിച്ചു. ഈ ശ്വാസോച്ഛ്വാസം ഉണ്ടല്ലോ, അത് കാണാനും പറ്റുന്നില്ല ഞങ്ങൾ ചിന്തിക്കുക. പുറത്തുനിന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിനകത്തൊരാൾ മരിച്ചു കിടപ്പുണ്ട്, കൊണ്ട് അടക്കിയേക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങുന്നവൻ അടക്കം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇവൻ കിടക്കുന്നത് ചത്തതിൻ്റെ കൂടെയാണ്. എന്നെ നോക്കി, ചത്തതിൻ്റെ കൂടെയുള്ള സകല പരിപാടിയും സഭ നിർത്തണം.
ആരാധനയിൽ ചത്തത്, പ്രാർത്ഥനയിൽ ചത്തത്, ഉപവാസത്തിൽ ചത്തത്, നീ ചത്തതിന്റെ കൂടെയല്ല. നമ്മളെ ചരിതനകത്തേക്ക് പിടിച്ച് പിശാച് കെട്ടും. നിന്റെ വിളി പുറത്തു വരാതിരിക്കാനാണ്. നിന്റെ തലക്കകത്ത് മുഴുവൻ അവൻ ആ കാര്യത്തെ ഇഞ്ചക്ട് ചെയ്യും. നിന്നെ അവൻ അതിനകത്ത് പിടിച്ചിടും. പൊട്ടിക്കണം, പൊട്ടിക്കണം. എന്നെ പിടിച്ചൊതുക്കുന്നവനകത്തുമെന്ന് ഞാൻ പുറത്തു വരും.